But if I tell you to show up, you show up! മറ്റൊരു വഴിയുമില്ലായിരുന്നു. സാഹചര്യങ്ങളുടെ കടുത്ത സമ്മർദ്ദം മൂലം തന്റെ ചെവിക്കുള്ള ആ അപൂർവ സവിശേഷത അവനൊരു വളഞ്ഞ വഴിക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ നേടിയെടുത്ത ഒരു വിലപിടിപ്പുള്ള സാധനം അവൻ തന്റെ ഗേൾഫ്രണ്ടിന് ഗിഫ്റ്റായി നൽകി. പക്ഷെ അവളെ ഏറ്റവും കൂടുതൽ ആരാധിച്ചിരുന്ന വ്യക്തിയുടെ സാധനമായിരുന്നു അതെന്ന് അവൾ അറിഞ്ഞതേയില്ല. ആ ഒരു ഗിഫ്റ്റ് അവന്റെ ജീവിതം തന്നെ തലകീഴായി മറിച്ചു. എന്തായിരുന്നു അവന്റെ ആ ചെവിയുടെ രഹസ്യം? ഗേൾഫ്രണ്ടിന് നൽകിയ ആ സാധനം എന്തായിരുന്നു? 2026 സൂപ്പർ ഹിറ്റ് ത്രില്ലർ ചിത്രം ട്യൂണറിന്റെ കഥ അറിയാം. നിക്കി വൈറ്റ് എന്ന യുവാവിന്റെ കഥയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നിക്കി വൈറ്റ് തന്റെ അച്ഛന്റെ സുഹൃത്തായിരുന്ന ഹാരി ഹോറോവിറ്റ്സിന്റെ കീഴിൽ ഒരു അസിസ്റ്റന്റ് പിയാനോ ട്യൂണറായി ജോലി ചെയ്യുകയാണ്. ഹാരിക്ക് സ്വന്തമായി ഒരു ചെറിയ പിയാനോ ട്യൂണിംഗ് ബിസിനസ് ഉണ്ട്. ഹാരിയും അദ്ദേഹത്തിന്റെ ഭാര്യ മാർലയും നിക്കിയുടെ അച്ഛന്റെ മരണശേഷം അവന് സ്വന്തം മാതാപിതാക്കളെ പോലെയാണ്. നിക്കിക്ക് ഹൈപ്പർ അക്യൂസിസ് എന്നൊരു പ്രത്യേക ശാരീരിക അവസ്ഥയുണ്ട്. ശബ്ദങ്ങളോട് കടുത്ത സെൻസിറ്റിവിറ്റി ഉള്ള ഒരവസ്ഥയാണിത്. അതുകൊണ്ട് ശബ്ദങ്ങൾ ഉള്ളിൽ കയറാതെ തടയാൻ അവൻ എപ്പോഴും കാതുകളിൽ പ്രൊട്ടക്റ്റീവ് ഡിവൈസുകൾ ധരിക്കാറുണ്ട്. ശബ്ദം കൂടിയ സ്ഥലങ്ങളിലാണെങ്കിൽ ഇതിനു മുകളിലായി വലിയ ഹെഡ്ഫോണുകളും അവൻ വെക്കാറുണ്ട്. ഹാരി വളരെ സന്തോഷവാനായ മനുഷ്യനാണെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യം മോശമായി വരികയാണ്. അദ്ദേഹത്തിന് കേൾവിക്കുറവും ചില കാര്യങ്ങൾ മറന്നു പോകുന്ന ഡിമെൻഷ്യയുടെ ലക്ഷണങ്ങളും ഉണ്ട്. നിക്കി എപ്പോഴും അദ്ദേഹത്തെ സഹായിക്കാൻ കൂടെ ഉണ്ടാകും. വളരെ പണക്കാരായ ആളുകളുടെ വീടുകളിൽ പോയി അവരുടെ വില കൂടിയ പിയാനോകൾ ട്യൂൺ ചെയ്യുകയാണ് ഇവരുടെ പ്രധാന ജോലി. ഹാരിയും നിക്കിയും മാർലയും ഒന്നിച്ച് ഡിന്നർ കഴിക്കുമ്പോൾ ഹാരിയുടെ ഹിയറിംഗ് എയ്ഡ് എവിടെയാണെന്ന് മാർല ചോദിക്കുമ്പോൾ ഹാരിക്ക് അത് വ്യക്തമായി കേൾക്കാൻ കഴിയുന്നില്ല. ഹാരി ഇന്ന് ഹിയറിംഗ് എയ്ഡ് വെച്ചിരുന്നോ എന്ന് മാർല നിക്കിയോട് ചോദിക്കുന്നു. ഹിയറിംഗ് എയ്ഡ്സ് നഷ്ടപ്പെട്ടാൽ പുതിയത് വാങ്ങാൻ സ്വന്തം കയ്യിൽ നിന്ന് പണം കൊടുക്കേണ്ടി വരുമെന്ന് മാർല ഹാരിയെ ഓർമ്മിപ്പിക്കുന്നു. താൻ അബദ്ധത്തിൽ വാച്ച് ബാത്റൂമിലും ഹിയറിംഗ് എയ്ഡ് സേഫിനുള്ളിലും വച്ചുപോയതാണെന്ന് ഹാരി സമ്മതിക്കുന്നു. കൂടാതെ സേഫിന്റെ കോമ്പിനേഷൻ നമ്പർ താൻ മാറ്റിയെന്നും അതിപ്പോൾ ഓർമ്മയില്ലെന്നും ഹാരി പറയുന്നു. നമ്മുടെ വിവാഹ വാർഷിക തീയതിയേക്കാൾ നല്ലൊരു നമ്പറാണ് താൻ ഇട്ടതെന്നും അത് ഓർമ്മ വരുമെന്നും ഹാരി പറയുന്നു. ഹിയറിംഗ് എയ്ഡ്സ് ഇല്ലാതെ എങ്ങനെയാണ് ജോലി ചെയ്യുക എന്ന് മാർല ചോദിക്കുമ്പോൾ ഇത് കേൾവിയെക്കുറിച്ചല്ല, ഒരു ഫീലിംഗിനെ കുറിച്ചാണെന്ന് ഹാരി പറയുന്നു. ഒടുവിൽ സേഫ് അടിച്ചു തകർക്കാൻ മാർല പറയുമ്പോൾ അത് നല്ലൊരു സേഫാണെന്നും 2 ഇഞ്ച് കനമുള്ള സ്റ്റീൽ ആയതുകൊണ്ട് തകർക്കാൻ കഴിയില്ലെന്നും നിക്കി പറയുന്നു. അന്ന് രാത്രി നിക്കി സേഫ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അതിസൂക്ഷ്മമായ ശബ്ദങ്ങൾ പോലും കേൾക്കാൻ കഴിയുന്ന തന്റെ പ്രത്യേകത വെച്ച് ഒരു സേഫ് ക്രാക്കർ എങ്ങനെയാണ് അത് തുറക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള വീഡിയോ അവൻ കാണുന്നു. തുടർന്ന് തന്റെ അതീവ സെൻസിറ്റീവായ കേൾവിശക്തി ഉപയോഗിച്ച് വളരെ സമയമെടുത്ത് സേഫിന്റെ ഓരോ ചലനങ്ങളുടെയും ശബ്ദം ശ്രദ്ധയോടെ കേട്ട് നിക്കി ആ സേഫ് വിജയകരമായി തുറക്കുന്നു. അതിനുള്ളിൽ നിന്ന് ഹാരിയുടെ ഹിയറിംഗ് എയ്ഡ് അവൻ തിരിച്ചെടുക്കുന്നു. ഹാരിയുടെ ആരോഗ്യം മോശമാകുന്ന സാഹചര്യത്തിൽ ബിസിനസ്സിലെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ നിക്കി തനിയെ പിയാനോകൾ ട്യൂൺ ചെയ്യാൻ പോകാൻ തുടങ്ങുന്നു. അവനൊരു പ്രശസ്തമായ മ്യൂസിക് കൺസർവേറ്ററിയിൽ എത്തുന്നു. അവിടെ വെച്ച് തന്റെ അവസാന കമ്പോസിഷൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന പിയാനോ വിദ്യാർത്ഥിനിയായ റൂത്തിയെ നിക്കി പരിചയപ്പെടുന്നു. ആദ്യം റൂത്തി അവനോട് അല്പം അകൽച്ച കാണിച്ചെങ്കിലും നിക്കിക്ക് പെർഫെക്റ്റ് പിച്ച് ഉണ്ടെന്ന കാര്യം അവളെ അത്ഭുതപ്പെടുത്തുന്നു. റൂത്തി പിയാനോയിൽ പ്ലേ ചെയ്യുന്ന ഓരോ നോട്ടുകളും കണ്ണടച്ചിരുന്നുകൊണ്ട് നിക്കി കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നു. താൻ പണ്ട് പിയാനോ വായിച്ചിരുന്നതാണെന്നും എന്നാൽ ഇപ്പോഴത്തെ ശാരീരിക അവസ്ഥ കാരണം അത് നിർത്തിയതാണെന്നും നിക്കി അവളോട് വിശദീകരിക്കുന്നു. അടുത്തതായി നിക്കി ഒരു വലിയ മാളികയിലേക്ക് പിയാനോ ട്യൂൺ ചെയ്യാൻ പോകുന്നു. എന്നാൽ അവിടെ നടക്കുന്ന കൺസ്ട്രക്ഷൻ ജോലികളുടെ വലിയ ശബ്ദം കാരണം അവന് ജോലി ചെയ്യാൻ കഴിയുന്നില്ല. അതിനാൽ രാത്രിയിൽ ബാക്കി ജോലി തീർക്കാനായി അവൻ വീണ്ടും അവിടെ എത്തുന്നു. പിയാനോ ട്യൂൺ ചെയ്യുന്നതിനിടയിൽ മുകൾ നിലയിൽ നിന്ന് വലിയ ശബ്ദം കേട്ട് നിക്കി അന്വേഷിച്ചു പോകുന്നു. അവിടെ യൂറി എന്ന ആളും അദ്ദേഹത്തിന്റെ കൂട്ടാളികളായ യോണിയും യൂറിയുടെ അനന്തരവൻ ബെന്നിയും ചേർന്ന് അവിടുത്തെ സേഫ് ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് തകർക്കാൻ ശ്രമിക്കുന്നത് നിക്കി കാണുന്നു. അവർ അത് കവർച്ച ചെയ്യുകയാണെന്ന് നിക്കി കരുതുന്നു. എന്നാൽ താൻ ഹോം സെക്യൂരിറ്റി നടത്തുന്ന ആളാണെന്നും സ്മാർട്ട് സേഫിലേക്ക് മാറ്റാൻ ഉടമസ്ഥൻ പറഞ്ഞതാണെന്നുമാണ് യൂറി പറയുന്നത്. വിദേശ ആക്സന്റ് ഉള്ളതുകൊണ്ട് തങ്ങളെ ക്രിമിനലുകളായി കാണുകയാണോ എന്ന് യൂറി ചോദിക്കുന്നു. അവർ ശബ്ദമുണ്ടാക്കുന്നത് നിർത്തിയാൽ മാത്രമേ തനിക്ക് പിയാനോ ട്യൂൺ ചെയ്ത് വീട്ടിൽ പോകാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയ നിക്കി തന്റെ കഴിവ് ഉപയോഗിച്ച് ആ സേഫ് അവർക്കായി വളരെ വേഗത്തിൽ തുറന്നു കൊടുക്കുന്നു. നിക്കിയുടെ ഈ അസാധാരണ കഴിവ് കണ്ട് അത്ഭുതപ്പെട്ട യൂറി അവന് വലിയൊരു തുക പണമായി നൽകുകയും തന്റെ ഫോൺ നമ്പർ കൊടുക്കുകയും ചെയ്യുന്നു. ഭാവിയിൽ വലിയ പണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തന്നെ വിളിക്കാൻ യൂറി ആവശ്യപ്പെടുന്നു. മറ്റൊരു ദിവസം ഹാരിയും നിക്കിയും ഒരു ഡൈനറിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവർ റൂത്തിയെ അവിടെ വെച്ച് കാണുന്നു. ഹാരി ഉടനെ തന്നെ തന്റെ തനത് ശൈലിയിൽ തമാശ പറഞ്ഞുകൊണ്ട് റൂത്തിയോട് സംസാരിക്കാൻ തുടങ്ങുന്നു. ഹാരി നിർബന്ധിച്ചത് പ്രകാരം നിക്കി റൂത്തിയെ അവളുടെ ക്ലാസ് വരെ കൊണ്ടുവിടാൻ ഒപ്പം പോകുന്നു. വഴിയിൽ വെച്ച് അവർ മ്യൂസിക്കിനെ കുറിച്ചും റൂത്തി തയ്യാറാക്കുന്ന കോമ്പോസിഷനെ കുറിച്ചും സംസാരിക്കുന്നു. തലേദിവസം താൻ പിയാനോ റൂമിൽ വെച്ച് അത്രയും പരുക്കനായി പെരുമാറിയതിൽ അവൾ നിക്കിയോട് ക്ഷമ ചോദിക്കുന്നു. എന്നാൽ അവളുടെ ആ കോമ്പോസിഷൻ ഫേമസ് ആയ പിയാനിസ്റ്റുകളുടെ സ്വാധീനമുണ്ടെന്നും നിക്കി വിലയിരുത്തുന്നു. ഇത് കേൾക്കുമ്പോൾ തന്റെ വർക്ക് മറ്റൊന്നിന്റെ കോപ്പിയാണെന്നാണോ നീ പറഞ്ഞു വരുന്നത് എന്ന് റൂത്തി ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. എന്നാൽ നിക്കി ഡൈനറിലേക്ക് തിരികെ എത്തുമ്പോൾ കാണുന്നത് ഹാരിയെ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകുന്നതാണ്. അവൻ വേഗത്തിൽ ഹോസ്പിറ്റലിൽ മാർലയുടെ അരികിലെത്തുന്നു.
ഹാരി തങ്ങളോട് പറയാതെ മെഡിക്കെയർ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്നത് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു എന്ന വലിയ സത്യം മാർല നിക്കിയോട് വെളിപ്പെടുത്തുന്നു. തങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിലും വലിയൊരു തുക ഇപ്പോൾ ഹോസ്പിറ്റലിൽ അടയ്ക്കാനുണ്ട്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ബിസിനസിന്റെ വാൻ വിൽക്കാൻ മാർല തീരുമാനിക്കുന്നു. എന്നാൽ ആ വാൻ താൻ വാങ്ങിക്കൊള്ളാമെന്ന് നിക്കി മാർലയോട് പറയുന്നു. നിക്കിയുടെ കയ്യിൽ അതിനുള്ള പണം ഉണ്ടാകില്ലെന്ന് മാർല കരുതുന്നുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും അത് സംഘടിപ്പിക്കാമെന്ന് നിക്കി ഉറപ്പ് നൽകുന്നു. പണത്തിന് വലിയ ആവശ്യമുണ്ടായിരുന്ന ആ സമയത്താണ് യൂറി നിക്കിയെ ഒരു ജോലിക്കായി വിളിക്കുന്നത്. നിക്കി അതിന് സമ്മതിക്കുന്നു. നിക്കി യൂറിയുടെ വെയർഹൌസിലെത്തുന്നു. അത് അവർ വാരാന്ത്യങ്ങളിൽ ക്ലബ് സ്പേസ് ആയി ഉപയോഗിക്കുന്ന സ്ഥലമാണ്. താനൊരു സെക്യൂരിറ്റി കമ്പനി നടത്തുന്നുണ്ടെങ്കിലും തന്റെ ക്ലയന്റുകൾ വളരെ പണക്കാരായതുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് ചെറിയ സാധനങ്ങൾ നഷ്ടപ്പെട്ടാൽ അവർ ശ്രദ്ധിക്കാറില്ലെന്ന് യൂറി നിക്കിയോട് വ്യക്തമാക്കുന്നു. ഒരു വാച്ചോ മോതിരമോ ഒക്കെ പോയാൽ അവർ ക്ലീനിംഗ് ലേഡിയെ ജോലിയിൽ നിന്ന് ഒഴിവാക്കി ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുകയേ ഉള്ളൂ. ആളുകൾക്ക് സാധനങ്ങൾ കൂടുമ്പോൾ അതിന്റെ മൂല്യം അറിയില്ലെന്ന മനഃശാസ്ത്രം യൂറി വിശദീകരിക്കുന്നു. അവിടെയുള്ള ഒരു സേഫ് തുറന്ന് നിക്കിക്ക് തന്റെ കഴിവ് ഒരിക്കൽ കൂടി തെളിയിക്കേണ്ടി വരുന്നു. പൂർണ്ണമായ നിശബ്ദത ആവശ്യപ്പെട്ടുകൊണ്ട് നിക്കി ആ സേഫും കൃത്യമായി തുറക്കുന്നു. യൂറിയോടൊപ്പം ജോലി ചെയ്യാൻ നിക്കി സമ്മതിക്കുന്നു. എന്നാൽ അതിനായി വലിയൊരു തുക അഡ്വാൻസായി നൽകണമെന്ന് നിക്കി ആവശ്യപ്പെടുന്നു. യൂറി ആ പണം നൽകുന്നു. ആ തുകയുമായി മാർലയുടെ അടുത്തെത്തുന്ന നിക്കി വാനിന്റെ ഡൗൺ പേയ്മെന്റ് ആയി ആ പണം കൈമാറുന്നു. അടുത്ത ദിവസം നിക്കിക്ക് റൂത്തിയുടെ ഫോൺ കോൾ വരുന്നു. അവൾ അതീവ സങ്കടത്തിലായിരുന്നു. അവളുടെ അപ്പാർട്ട്മെന്റിലെ പൈപ്പ് പൊട്ടി വെള്ളം മുഴുവൻ അവളുടെ പിയാനോയിൽ വീണ് നനഞ്ഞിരിക്കുകയാണ്. ഇതൊരു അടിയന്തര സാഹചര്യമാണെന്നും ഇന്ന് തന്നെ വരാൻ കഴിയുമോ എന്നും റൂത്തി ചോദിക്കുന്നു. താനിപ്പോൾ നഗരത്തിലുണ്ടെന്നും 1 മണിക്കൂറിനുള്ളിൽ അവിടെ എത്താമെന്നും നിക്കി അവൾക്ക് ഉറപ്പ് നൽകുന്നു. നിക്കി റൂത്തിയുടെ അപ്പാർട്ട്മെന്റിൽ എത്തുന്നു. പിയാനോ കണ്ട നിക്കി ഇതൊരു നല്ല പിയാനോ ആണെന്ന് പറയുന്നു. ഇത് തന്റെ മുത്തശ്ശിയുടേതാണെന്ന് റൂത്തി അവനോട് വ്യക്തമാക്കുന്നു. നിക്കി അതിന്റെ കീ പുറത്തെടുത്ത് ഉണക്കാൻ തീരുമാനിക്കുന്നു. അവളുടെ മുത്തശ്ശി അവൾക്കായി 2 കാര്യങ്ങളാണ് മാറ്റിവെച്ചിരിക്കുന്നത് എന്ന് റൂത്തി നിക്കിയോട് പറയുന്നു. ഒന്ന് ട്രെയിനിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ ഒരു ചെറിയ പേൾ വാച്ചും മറ്റൊന്ന് ഇപ്പോൾ അവൾ നശിപ്പിച്ചു എന്ന് കരുതുന്ന ഈ പിയാനോയുമാണ്. എന്നാൽ ഇത് നശിച്ചു പോയിട്ടില്ലെന്നും കീ കുറച്ച് ചൂടാക്കിയാൽ ശരിയാകുമെന്ന് നിക്കി അവളെ ആശ്വസിപ്പിക്കുന്നു. അതിന് വലിയ ചിലവ് വരുമെന്ന് കരുതി റൂത്തി ഭയപ്പെടുന്നുണ്ടെങ്കിലും ഇത് തന്റെ വക സൗജന്യമാണെന്ന് നിക്കി പറയുന്നു. എന്നാൽ പണം നൽകാതിരിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് റൂത്തി വ്യക്തമാക്കുന്നു. പകരമായി റൂത്തി ഒരു പാത്രം പാസ്റ്റ ഉണ്ടാക്കി നിക്കിക്ക് നൽകുന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ റൂത്തി താൻ ഒരു കമ്പോസർ ആകാൻ ആഗ്രഹിക്കുന്ന വിവരവും പ്രശസ്ത കമ്പോസറായ മാരിയസ് മെയ്സ്നറുടെ കീഴിൽ അപ്രന്റീസ് ആയി തെരഞ്ഞെടുക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന കാര്യവും നിക്കിയോട് പങ്കുവെക്കുന്നു. മൈസ്നർ എല്ലാ വർഷവും അവളുടെ പ്രോഗ്രാമിൽ നിന്ന് ഒരാളെ മാത്രമേ എടുക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ അവൾ വളരെ സമ്മർദ്ദത്തിലാണ്. മറുവശത്ത് യൂറി എന്നാൾ നിക്കിയെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നു. തനിക്ക് പോകണമെന്നും നാളെ വന്ന് ബാക്കി പണി തീർക്കാമെന്നും പറഞ്ഞ് അവൻ അവിടെ നിന്നും യാത്രയാകുന്നു. യൂറിയുടെ കൂടെ നിക്കി അവരുടെ ധനികരായ ക്ലയന്റുകളുടെ വീടുകളിൽ അതിക്രമിച്ച് കയറാൻ തുടങ്ങുന്നു. അവിടെയുള്ള സേഫുകൾ തുറക്കുക എന്നതാണ് നിക്കിയുടെ ജോലി. തനിക്കിതിൽ മടിയുണ്ടെങ്കിലും ഈ ധനികരൊക്കെ മോശം വഴികളിലൂടെയാണ് പണം ഉണ്ടാക്കിയതെന്ന് യൂറി നിക്കിയെ വിശ്വസിപ്പിക്കുന്നു. ഇത്തരത്തിൽ ലഭിക്കുന്ന തുക ഉപയോഗിച്ച് നിക്കി ഹാരിയുടെ ആശുപത്രിയിലെ വലിയൊരു തുക അടച്ചു തീർക്കുന്നു. നിക്കി വീണ്ടും റൂത്തിയുടെ അപ്പാർട്ട്മെന്റിലെത്തി പിയാനോയുടെ പണി പൂർത്തിയാക്കുന്നു. അതിപ്പോൾ പഴയതുപോലെ നന്നായിരിക്കുന്നു. റൂത്തി അതിൽ അവൾ ആദ്യമായി എഴുതിയ ഒരു സംഗീതം വായിക്കാൻ തുടങ്ങുന്നു. ആ സമയം നിക്കിക്ക് ഒരു പുകയുടെ മണം അനുഭവപ്പെടുന്നു. റൂത്തി ഓവൻ തുറക്കുമ്പോൾ അതിൽ ഭക്ഷണം കരിഞ്ഞു പോയിരുന്നു. പെട്ടെന്ന് അവിടുത്തെ സ്മോക്ക് അലാം ഉച്ചത്തിൽ അടിക്കാൻ തുടങ്ങുന്നു. ആ വലിയ ശബ്ദം നിക്കിയുടെ കാതുകൾക്ക് കഠിനമായ വേദന ഉണ്ടാക്കുന്നു. റൂത്തി ക്ഷമ ചോദിക്കുകയും അവർ പരസ്പരം ചുംബിക്കുകയും ചെയ്യുന്നു. അടുത്ത കുറച്ച് ആഴ്ചകളിൽ അവർ തങ്ങളുടെ ഡേറ്റിംഗ് തുടരുന്നു. പകൽ സമയങ്ങളിൽ പിയാനോ നന്നാക്കുകയും രാത്രിയിൽ യൂറിക്ക് വേണ്ടി സേഫുകൾ തുറക്കുകയും ചെയ്ത് നിക്കി മുന്നോട്ട് പോകുന്നു. ഹാരിയുടെ ആശുപത്രിയിലെ മുഴുവൻ തുകയും നിക്കി അടച്ചു തീർക്കുന്നു. യൂറിക്ക് വേണ്ടി തുറന്ന ഒരു സേഫിൽ നിന്നും നിക്കിക്ക് മനോഹരമായ ഒരു പേൾ വാച്ച് ലഭിക്കുന്നു. അത് കണ്ടപ്പോൾ റൂത്തിക്ക് നഷ്ടപ്പെട്ടു പോയ അവളുടെ മുത്തശ്ശിയുടെ വാച്ചാണ് നിക്കിക്ക് ഓർമ്മ വന്നത്. അടുത്ത തവണ റൂത്തിയെ കാണുമ്പോൾ നിക്കി അത് അവൾക്ക് സമ്മാനമായി നൽകുന്നു. എന്നാൽ പരിചയപ്പെട്ടിട്ട് 1 മാസം മാത്രമേ ആയിട്ടുള്ളൂ എന്നും ഇത്രയും വിലപിടിപ്പുള്ള സമ്മാനം വാങ്ങാൻ കഴിയില്ലെന്നും പറഞ്ഞ് റൂത്തി ആദ്യം അത് നിരസിക്കുന്നു. തന്റെ കമ്പോസിംഗിന്റെ അവസാന ഭാഗം ശരിയാക്കാത്തതിന്റെ സമ്മർദ്ദത്തിലാണ് അവൾ. ആ സമയത്ത് നിക്കി റൂത്തിയോട് തന്റെ ഗേൾഫ്രണ്ട് ആകാൻ ആവശ്യപ്പെടുന്നു. പിന്നീട് അവൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അടുത്ത ദിവസം നിക്കി റൂത്തിയെയും കൂട്ടി ആശുപത്രിയിൽ ഹാരിയെ കാണാൻ പോകുന്നു. ഹാരിക്ക് നേരിയ ആശയക്കുഴപ്പമുണ്ട്. നിക്കിയുടെ മരിച്ചുപോയ പിതാവ് ജോൺ കുറച്ചു മുൻപ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നും നിക്കി എത്ര മികച്ച പിയാനോ പ്ലെയർ ആണെന്ന് പറഞ്ഞതായും ഹാരി ഓർക്കുന്നു. ഹാരിക്ക് വേണ്ടി റൂത്തി പിയാനോ വായിക്കുന്നു. ആ സമയത്ത് മാർല നിക്കിയോട് ഹാരിയുടെ ആശുപത്രി ബില്ലുകൾ മുഴുവൻ അടച്ചു തീർത്തു വരും താൻ അറിഞ്ഞതായി പറയുന്നു. നിക്കിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യരുതെന്നും മാർല അവനെ ഓർമ്മിപ്പിക്കുന്നു. തുടർന്ന് യൂറി നിക്കിയെ മറ്റൊരു ജോലിക്ക് വിളിക്കുന്നു. അത് വളരെ ദൂരെയുള്ള ഒരു വീടായിരുന്നു. അവിടെ എത്തിയ നിക്കി അതൊരു ധനികന്റെ വീടല്ലെന്ന് കണ്ട് അത്ഭുതപ്പെടുന്നു. ഉള്ളിൽ യൂറിയുടെ സംഘത്തോടൊപ്പം കുറച്ച് കൊറിയൻ സംഘങ്ങളും ഉണ്ടായിരുന്നു. അവിടുത്തെ സേഫ് തുറക്കാൻ യൂറി നിക്കിയോട് ആവശ്യപ്പെടുന്നു. ആ വീട് എയർപോർട്ടിന്റെ അടുത്തായതുകൊണ്ട് വിമാനങ്ങൾ വലിയ ശബ്ദത്തോടെ മുകളിലൂടെ പറക്കുന്നുണ്ടായിരുന്നു. നിക്കിക്ക് ആ ശബ്ദം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിലും അവൻ സേഫ് തുറക്കുന്നു. ആ സേഫിൽ നിന്നും അവർ ഒരു ചെറിയ നോട്ട്ബുക്ക് പുറത്തെടുക്കുന്നു. പെട്ടെന്ന് ആ വീടിന്റെ ഉടമസ്ഥനായ ജീൻവു തോക്കുമായി അങ്ങോട്ട് വരുന്നു.
ക്രിപ്റ്റോ കറൻസി വാലറ്റിലേക്കുള്ള കോഡുകൾ അടങ്ങിയ ആ നോട്ട്ബുക്ക് തിരികെ നൽകാൻ അവൻ ആവശ്യപ്പെടുന്നു. അവൻ നിക്കിയുടെ പുറകിൽ തോക്ക് ചൂണ്ടിക്കൊണ്ട് ആ കോഡുകൾ അടങ്ങിയ പേപ്പർ കീറി തിന്നാൻ ആവശ്യപ്പെടുന്നു. നിക്കി ആ പേപ്പർ കീറി വായിലിട്ട് വിഴുങ്ങുന്നു. ആ സമയം പെട്ടെന്ന് പുറത്തുനിന്ന് ഒരു വെടിവെച്ച് കേൾക്കുന്നു. കാവൽ നിന്നിരുന്ന ബെന്നി വീട്ടുടമസ്ഥനെ വെടിവെച്ചതായിരുന്നു അത്. ആ ഭയങ്കരമായ വെടിവെച്ച നിക്കിക്ക് കടുത്ത വേദന ഉണ്ടാക്കുന്നു. അവൻ വേദനയോടെ ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഓടുകയും റോഡിൽ ഛർദ്ദിക്കുകയും ചെയ്യുന്നു. അവൻ ആ കോഡുവാക്കുകൾ പൂർണ്ണമായും മനഃപ്പാഠമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് വീട്ടിലെത്തിയ നിക്കി തന്റെ കമ്പ്യൂട്ടറിലൂടെ ആ ക്രിപ്റ്റോ വാലറ്റിലേക്ക് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. വാലറ്റ് തുറന്ന നിക്കി അതിൽ $18 മില്യൺ പണം ഉള്ളതായി കണ്ടെത്തുന്നു. യൂറിയുടെ കോളുകൾ നിക്കി പൂർണ്ണമായും അവഗണിക്കാൻ തുടങ്ങുന്നു. എന്നാൽ തൊട്ടു പിന്നാലെ നിക്കിക്ക് മാർലയുടെ ഒരു ഫോൺ കോൾ വരുന്നു. ഹാരി മരണപ്പെട്ടു എന്ന വിവരമാണ് മാർല അവനെ വിളിച്ചു പറയുന്നത്. ഹാരിയുടെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്ന വീട്ടിലേക്ക് നിക്കി എത്തുന്നു. ആ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് മിസ്റ്റർ ഹാൻകോക്ക് നിക്കിയുടെ അടുത്ത് വന്ന് തന്റെ അനുശോചനം അറിയിക്കുന്നു. ഹാരിയുടെ വേർപാടിൽ തനിക്ക് വലിയ വിഷമമുണ്ടെന്ന് അയാൾ പറയുന്നു. ഹാരിയെപ്പോലെ മറ്റൊരു മനുഷ്യൻ ഇനി ഉണ്ടാവില്ലെന്നും തങ്ങൾ പണ്ട് ഹാരിയെ ട്യൂണർ ഫിഷ് എന്നാണ് വിളിച്ചിരുന്നതെന്നും അയാൾ ഓർക്കുന്നു. പെട്ടെന്നാണ് ആ ചടങ്ങിലെ ബുഫേ കൗണ്ടറിൽ നിൽക്കുന്ന യൂറിയെ നിക്കി കാണുന്നത്. ബുഫേ കൗണ്ടറിൽ നിൽക്കുന്ന യൂറിയുടെ അടുത്തേക്ക് നിക്കി ദേഷ്യത്തോടെ ചെല്ലുന്നു. നിക്കി യൂറിയോട് അവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ യൂറി കഴിഞ്ഞ രാത്രിയിലെ കാര്യങ്ങൾക്ക് ക്ഷമ ചോദിക്കുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോയതാണെന്ന് അയാൾ പറയുന്നു. ഒരു വൾണറബിൾ ക്രിപ്റ്റോ അക്കൗണ്ടിന്റെ പാസ്വേഡ് നിക്കി വിഴുങ്ങിയ കാര്യം യൂറി അവനെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ അതിലേക്ക് കടക്കാൻ മറ്റൊരു വഴിയുണ്ടെന്ന് യൂറി പറയുന്നു. ആ വ്യക്തിയുടെ വീട്ടിൽ ഒരു ഹാർഡ്വെയർ വാലറ്റ് ഇരിപ്പുണ്ട്. മറ്റൊരു വാതിലിന് പിന്നിൽ ഒരു കീ കൂടിയുണ്ട്. അത് തുറക്കാൻ നിക്കി വരണമെന്ന് യൂറി ആവശ്യപ്പെടുന്നു. നാളെ തന്റെ സ്ഥലത്തേക്ക് വരാൻ യൂറി അവനോട് പറയുന്നു. എന്നാൽ നിക്കി അത് പൂർണ്ണമായി വിസമ്മതിക്കുന്നു. താൻ ഇത് അവസാനിപ്പിച്ചു എന്ന് നിക്കി വ്യക്തമാക്കുന്നു. അപ്പോഴാണ് അവിടെ പിയാനോ വായിച്ചുകൊണ്ടിരിക്കുന്ന നിക്കിയുടെ ഗേൾഫ്രണ്ടായ റൂത്തിയെ യൂറി ശ്രദ്ധിക്കുന്നത്. അവിടെ നിൽക്കുന്നത് നിക്കിയുടെ ഗേൾഫ്രണ്ട് ആണോ എന്ന് ചോദിക്കുന്ന യൂറി അവൾക്ക് മനോഹരമായ കൈകളാണുള്ളതെന്ന് പറയുന്നു. ഇത് നിക്കിക്കുള്ള ഒരു ഭീഷണിയായിരുന്നു. പിന്നീട് റൂത്തിയുടെ അപ്പാർട്ട്മെന്റിൽ വെച്ച് അവൾ തന്റെ പുതിയ കോമ്പോസിഷൻ പിയാനോയിൽ വായിച്ചു കേൾപ്പിക്കുന്നു. തന്റെ ഷോയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവൾ. അത് കേൾക്കാൻ നല്ല രസമുണ്ടെന്ന് നിക്കി പറയുന്നുണ്ടെങ്കിലും അവനത് കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. നിക്കിയുടെ ഈ പെരുമാറ്റത്തിൽ റൂത്തിക്ക് ദേഷ്യം വരുന്നു. താൻ ചെയ്ത ഈ വർക്കിനോട് മെയ്സ്നർ എങ്ങനെ പ്രതികരിക്കും എന്ന ആശങ്കയിലാണ് താനെന്ന് അവൾ പറയുന്നു. അദ്ദേഹം നല്ല രീതിയിൽ പ്രതികരിക്കുമെന്ന് പ്രത്യാശിക്കാമെന്ന് നിക്കി വളരെ ലളിതമായി പറയുന്നു. നീ എന്താണ് ഇത്രയും നിസ്സാരമായി ഇതിനെ കാണുന്നത് എന്ന് റൂത്തി ദേഷ്യത്തോടെ ചോദിക്കുന്നു. ഇതൊരു വലിയ കാര്യമാണെന്നും താൻ ഒരുപാട് നാളായി ഇതിനുവേണ്ടി അധ്വാനിക്കുകയാണെന്നും അവൾ അവനെ ഓർമ്മിപ്പിക്കുന്നു. നാളെയാണ് ആ പരിപാടി. നിക്കി അവിടെ ഇരുന്ന് എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ട് അവൾക്ക് ദേഷ്യമായിരുന്നു. ജീവിതകാലം മുഴുവൻ ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി അധ്വാനിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിനക്കറിയില്ലെന്ന് റൂത്തി അവനെ കുറ്റപ്പെടുത്തുന്നു. നീ വെറും ഒരു പിയാനോ ട്യൂണർ മാത്രമാണെന്നും രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയി വൈകുന്നേരം വന്ന് ഉറങ്ങുന്നതല്ലാതെ നീ ഒരു ലക്ഷ്യത്തിലേക്കും അധ്വാനിക്കുന്നില്ലെന്നും അവൾ പറയുന്നു. റൂത്തിയുടെ പരിഹാസത്തിൽ ദേഷ്യപ്പെട്ട നിക്കി താൻ പിയാനോ വായിക്കാൻ കഴിയാത്ത അവസ്ഥയോട് പോരാടുകയാണെന്നും അവളെക്കാൾ മികച്ച പ്ലെയറായിരുന്നു താനെന്നും പറയവേ റൂത്തി അവനെ വായിക്കാൻ വെല്ലുവിളിക്കുന്നു. ദേഷ്യവും സങ്കടവും സഹിക്കാനാവാതെ നിക്കി റൂത്തിയുടെ അപ്പാർട്ട്മെന്റിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. താൻ റൂത്തിയോട് അങ്ങനെ പെരുമാറിയതിൽ അവന് തന്നോട് തന്നെ ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. അവൻ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ യൂറിയും അവന്റെ ആളുകളും വണ്ടിയിൽ അങ്ങോട്ട് വരുന്നു. താൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കണമെന്ന് യൂറി നിക്കിയോട് ഉറക്കെ വിളിച്ച് പറയുന്നു. തുടർന്ന് യൂറി ഒരു എയർ ഹോൺ എടുത്ത് നിക്കിയുടെ ചെവിക്ക് നേരെ അടിക്കുന്നു. നിക്കിയുടെ രോഗാവസ്ഥ കാരണം ആ കഠിനമായ ശബ്ദം താങ്ങാനാവാതെ അവൻ കടുത്ത വേദനയോടെ നിലവിളിച്ച് നിലത്തേക്ക് വീഴുകയും ബോധരഹിതനാവുകയും ചെയ്യുന്നു. നിക്കി ബോധം കെട്ട് വീണതിന് ശേഷം അവനെ അവർ അവിടെ നിന്നും മാറ്റുന്നു. പിന്നീട് അവൻ കണ്ണു തുറക്കുമ്പോൾ യൂറിയും കൊറിയൻ മാഫിയ സംഘവും അവിടെ നിൽക്കുന്നതാണ് കാണുന്നത്. ആ ക്രിപ്റ്റോ അക്കൗണ്ടിലേക്ക് കയറാനുള്ള മറ്റൊരു സെറ്റ് കോഡുകൾ അവർ കണ്ടെത്തിയിരുന്നു. അതിനായി അവർക്ക് നിക്കിയെ കൊണ്ട് ഒരു സേഫ് തുറപ്പിക്കണമായിരുന്നു. നിക്കി കണ്ണു തുറക്കുന്നത് കണ്ട് യൂറി സന്തോഷത്തോടെ അവനെ സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് സേഫ് തുറക്കാൻ നിക്കിയോട് ആവശ്യപ്പെടുന്നു. എന്നാൽ സമയം എത്രയായെന്ന് നിക്കി ചോദിക്കുന്നു. റൂത്തിയുടെ കോൺസേർട്ടിനുള്ള സമയമായ വിവരം അവൻ ഓർക്കുന്നു. എന്നാൽ സേഫ് തുറക്കാൻ യൂറി ഭീഷണിപ്പെടുത്തുന്നു. എയർഹോണിന്റെ ആഘാതം കാരണം തന്റെ ചെവിയിൽ ഇപ്പോഴും ഭയങ്കരമായ മുഴക്കമാണെന്നും തനിക്കൊന്നും കേൾക്കാൻ കഴിയുന്നില്ലെന്നും അതുകൊണ്ട് സേഫ് തുറക്കാൻ കഴിയില്ലെന്നും നിക്കി പറയുന്നു. എന്നാൽ യൂറി അവനെ ചീത്ത വിളിച്ചുകൊണ്ട് സേഫ് തുറക്കാൻ നിർബന്ധിക്കുന്നു. തന്റെ ചെവിയിലെ മുഴക്കം കാരണം തനിക്ക് സേഫിന്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ലെന്ന് നിക്കി ആവർത്തിക്കുന്നു. അതേസമയം ഷാഫിറ്റ്സ് കൺസർവേറ്ററിയുടെ മാസ്റ്റർ ക്ലാസ് പരിപാടി ആരംഭിക്കുന്നു. അവതാരകൻ എല്ലാവരെയും അങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ സമയത്ത് നിക്കിക്ക് ഒന്നും കേൾക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. തനിക്ക് നിങ്ങളെല്ലാം വെറുപ്പാണെന്ന് അവൻ ആ മാഫിയ സംഘത്തോട് പറയുന്നു. കോൺസേർട്ടിൽ റൂത്തിയുടെ ഊഴം വരുന്നു. ദീർഘമായി ശ്വാസമെടുത്ത് അവൾ സ്വയം തയ്യാറെടുക്കുന്നു. ഇവിടെ തനിക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുണ്ടെന്ന് മാഫിയകളോട് പറയുന്നു. എങ്കിൽ നീ വേഗത്തിൽ കാര്യം തീർക്കാൻ യൂറി ആവശ്യപ്പെടുന്നു. നിക്കി കഠിനമായി ശ്രമിച്ച് ആ സേഫ് തുറക്കുന്നതിൽ വിജയിക്കുന്നു. സേഫ് തുറന്ന ഉടനെ തന്നെ അതിലുള്ള ക്രിപ്റ്റോ അക്കൗണ്ടിൽ $17 മില്യൺ ഉള്ളതായി അവർ കണ്ടെത്തുന്നു. അത് കണ്ട് യൂറിയും സംഘവും വലിയ രീതിയിൽ ആഘോഷിക്കുന്നു. അതായത് ബാക്കി 1 മില്യൺ നിക്കി എടുത്തു. സേഫ് തുറന്ന ഉടൻ തന്നെ നിക്കി അവിടെ നിന്നും റൂത്തിയുടെ കോൺസേർട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് വേഗത്തിൽ ഓടുന്നു. എന്നാൽ അവൻ അവിടെ എത്തുമ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു.
റൂത്തിയുടെ കോമ്പോസിഷൻ പൂർണ്ണമായി കഴിഞ്ഞിരുന്നു. നിക്കി തനിക്ക് സമ്മാനമായി നൽകിയ ആ ആഡംബര വാച്ച് ധരിച്ചുകൊണ്ടാണ് റൂത്തി എന്ന് പിയാനോ വായിച്ചത്. സദസ്സിലിരുന്ന പ്രശസ്ത മ്യൂസിക് ഡയറക്ടർ മാസ്ട്രോ മാരിയസ് മൈസ്നർ റൂത്തിയുടെ പ്രകടനം വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. റൂത്തിയുടെ പ്രകടനത്തിൽ അദ്ദേഹം വളരെയധികം തൃപ്തനായിരുന്നു. തുടർന്ന് റൂത്തിയെ മൈസ്നർക്ക് പരിചയപ്പെടുത്തുന്നു. മൈസ്നറെ കാണാൻ കഴിഞ്ഞത് വലിയൊരു ബഹുമതിയായി കരുതുന്നുവെന്ന് റൂത്തി വ്യക്തമാക്കുന്നു. തനിക്ക് അടുത്ത ശൈത്യകാലത്ത് സിഡ്നി ഓപ്പറ ഹൗസിൽ പ്രീമിയർ ചെയ്യാനായി ഒരു പുതിയ കോമ്പോസിഷൻ തയ്യാറാക്കാൻ അനുമതി ലഭിച്ചിട്ടുണ്ടെന്ന് മൈസ്നർ പറയുന്നു. അത് കേട്ട് റൂത്തി വലിയ സന്തോഷം പ്രകടിപ്പിക്കുന്നു. അതിനായി ഓർക്കസ്ട്രൽ ഫ്ലെയറും സാങ്കേതിക കൃത്യതയുമുള്ള ഒരു അസിസ്റ്റന്റിനെ തനിക്ക് ആവശ്യമുണ്ടെന്ന് മൈസ്നർ വ്യക്തമാക്കുന്നു. പെട്ടെന്നാണ് മൈസ്നർ റൂത്തിയുടെ കയ്യിലെ വാച്ചിലേക്ക് ശ്രദ്ധിക്കുന്നത്. അതൊരു ചെറിയ കാര്യമാണെങ്കിലും തനിക്കൊരു സംശയമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഇത്രയും മനോഹരമായ ഈ വാച്ച് എവിടെ നിന്നാണ് ലഭിച്ചതെന്ന് അദ്ദേഹം ചോദിക്കുന്നു. തന്റെ ബോയ് ഫ്രണ്ട് തനിക്ക് സമ്മാനമായി തന്നതാണെന്ന് റൂത്തി മറുപടി നൽകുന്നു. റൂത്തിയുടെ ബോയ് ഫ്രണ്ട് തങ്ങളുടെ പിയാനോ ട്യൂണർ ആണെന്ന് ഡീൻ മൈസ്നറോട് വ്യക്തമാക്കുന്നു. അത് കേട്ട് മൈസ്നർ അത്ഭുതപ്പെടുന്നു. ഈ സമയത്താണ് ഓടിപ്പിടഞ്ഞ് നിക്കി അങ്ങോട്ട് വരുന്നത്. ഓഫീസിനുള്ളിൽ മൈസ്നർ റൂത്തിയോട് കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. 4 ആഴ്ചകൾക്ക് മുൻപ് തന്റെ അലമാരിയിലെ സേഫിൽ നിന്നും ചില പ്രധാനപ്പെട്ട വസ്തുക്കൾ നഷ്ടപ്പെട്ടതായി താൻ കണ്ടെത്തിയിരുന്നു എന്ന് മൈസ്നർ പറയുന്നു. അതിൽ തന്റെ മുത്തശ്ശനും മുത്തശ്ശിയും അവരുടെ വിവാഹ ദിവസം പരസ്പരം കൈമാറിയ 2 വാച്ചുകളും ഉണ്ടായിരുന്നു. നാസികൾ തന്റെ മുത്തശ്ശനെ പിടിച്ചുകൊണ്ട് പോകുന്നതിന് മുൻപ് പാരീസിലുള്ള തന്റെ ഹൗസ് കീപ്പറെയാണ് ഈ വാച്ചുകൾ ഏൽപ്പിച്ചിരുന്നതെന്ന് മൈസ്നർ വ്യക്തമാക്കുന്നു. ഇതൊരു വലിയ അവിശ്വസനീയമായ ഒത്തുചേരലാണെന്ന് അദ്ദേഹം പറയുന്നു. ഒരു പിയാനോ ട്യൂണർക്ക് ഈ വാച്ച് എങ്ങനെ കിട്ടിയെന്നറിയാൻ തനിക്ക് താല്പര്യമുണ്ടെന്ന് മൈസ്നർ വ്യക്തമാക്കുന്നു. ഇത് കേട്ട് റൂത്തി പൂർണ്ണമായും ഞെട്ടിപ്പോകുന്നു. ഈ സമയത്താണ് ഓടിക്കിതച്ച് നിക്കി ആ ഓഫീസിലേക്ക് കയറി വരുന്നത്. റൂത്തി ദേഷ്യത്തോടെയും സങ്കടത്തോടെയും നിക്കിയുടെ ആ വാച്ച് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിക്കുന്നു. ഇതൊരു വലിയ കഥയാണെന്നും തനിക്ക് എല്ലാം വിശദീകരിക്കാൻ കഴിയുമെന്നും നിക്കി പറയുന്നു. താൻ റൂത്തിക്ക് വേണ്ടി നല്ലൊരു കാര്യം ചെയ്യാൻ മാത്രമാണ് ശ്രമിച്ചതെന്നും എന്നാൽ തനിക്ക് തെറ്റുപറ്റിയതാണെന്നും അവൻ ക്ഷമ ചോദിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ തനിക്ക് അവളെ ഓർത്ത് വലിയ ആശങ്കയുണ്ടായിരുന്നുവെന്നും അവൾ സുരക്ഷിതയായിരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും നിക്കി പറയുന്നു. എന്നാൽ റൂത്തി അവനെ വെറുപ്പോടെ നോക്കുന്നു. തന്റെ പുറകെ വരരുതെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. തന്റെ അസിസ്റ്റന്റായി വരാൻ പോകുന്ന റൂത്തിയുടെ ബോയ് ഫ്രണ്ട് ഒരു കള്ളനാണെന്ന് അറിഞ്ഞുകൊണ്ട് അവളെ ജോലിക്കെടുക്കാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് മൈസ്നർ വ്യക്തമാക്കുന്നു. എന്നാൽ റൂത്തിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ലെന്ന് നിക്കി പറയുന്നു. റൂത്തിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. റൂത്തി നിരപരാധിയാണെന്ന് വിശ്വസിക്കണമെന്ന് നിക്കി അപേക്ഷിക്കുന്നു. ഈ സമയത്ത് പോലീസിനെ വിളിക്കണമെന്ന് ഡീൻ മൈസ്നറോട് ചോദിക്കുന്നു. അപ്പോൾ നിക്കി മൈസ്നറെ തടയുന്നു. തന്റെ ഭാഗം കൂടി കേൾക്കാൻ അവൻ ആവശ്യപ്പെടുന്നു. ഇതിൽ 2ാമതൊരു വാച്ച് കൂടി ഉണ്ടെന്ന് മൈസ്നർ പറഞ്ഞ കാര്യം അവൻ ഓർമ്മിക്കുന്നു. ആ 2ാമത്തെ വാച്ച് താൻ തിരികെ എത്തിച്ചു തന്നാൽ പോലീസിനെ വിളിക്കുന്നത് ഒഴിവാക്കാമോ എന്ന് നിക്കി ചോദിക്കുന്നു. അത് സാധ്യമാണോ എന്ന് മൈസ്നർ അത്ഭുതത്തോടെ ചോദിക്കുമ്പോൾ തീർച്ചയായും താൻ അത് തിരികെ എത്തിച്ചു തരാമെന്ന് നിക്കി ഉറപ്പ് നൽകുന്നു. റൂത്തിക്ക് ഇതിൽ പങ്കില്ലെന്നുറപ്പായതിനാലും വാച്ച് തിരികെ ലഭിക്കുമെന്നതിനാലും പോലീസിനെ വിളിക്കുന്നതിൽ നിന്നും മൈസ്നർ തൽക്കാലം പിന്മാറുന്നു. നിക്കി മാർലയെ ഫോൺ വിളിക്കുന്നു. താൻ ഇന്നലെ അവളുടെ വീട്ടിൽ വന്നിരുന്നുവെന്നും അവളുടെ പിയാനോയ്ക്കുള്ളിൽ ഒരു കാര്യം വെച്ചിട്ടുണ്ടെന്നും നിക്കി മാർലയോട് പറയുന്നു. അതിൽ ദേഷ്യം തോന്നരുതെന്നും അവൻ കൂട്ടിച്ചേർക്കുന്നു. തുടർന്ന് യൂറിയുടെ ആസ്ഥാനത്ത് ഒരു വലിയ റേവ് പാർട്ടി നടക്കുകയായിരുന്നു. ആ ബഹളങ്ങൾക്കിടയിലൂടെ നിക്കി രഹസ്യമായി അങ്ങോട്ട് തിരിച്ചെത്തുന്നു. അവൻ ആരും അറിയാതെ കെട്ടിടത്തിന്റെ പിന്നിലേക്ക് ഒളിച്ചു കിടക്കുകയും 2ാമത്തെ വാച്ച് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് കരുതിയ ആ സുരക്ഷിതമായ സേഫ് തകർത്ത് അകത്ത് കിടക്കുകയും ചെയ്യുന്നു. ആ സമയത്താണ് യൂനി അവനെ അവിടെ വെച്ച് പിടികൂടുന്നത്. യൂനി അവനെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നു. അവിടെ വെച്ച് ആ 2ാമത്തെ വാച്ച് സ്വന്തം കയ്യിൽ ധരിച്ചിരുന്ന യൂറി ഒരു ബേസ്ബോൾ ബാറ്റ് ഉപയോഗിച്ച് നിക്കിയെ ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങുന്നു. ഉടൻ തന്നെ പോയി എയർ ഹോൺ എടുത്തോണ്ട് വരാൻ യൂറി ബെന്നിയോട് ആവശ്യപ്പെടുന്നു. ഒരു ഹോളോകോസ്റ്റ് വാച്ച് മോഷ്ടിക്കുന്നത് മോശം കാര്യമാണെന്ന് ബെന്നി പറയുമ്പോൾ അവൻ പറയുന്നത് ശരിയാണെന്നും അത് തിരികെ നൽകണമെന്നും യൂനിയും ആവശ്യപ്പെടുന്നു. കാരണം യൂറിയുടെയും അവരുടെയും കുടുംബങ്ങൾ ഹോളോകോസ്റ്റിൽ നിന്നും രക്ഷപ്പെട്ടവരായിരുന്നു. എന്നാൽ അത് ചെയ്യാൻ യൂറി തയ്യാറാകുന്നില്ല. നിക്കി യൂറിയോട് നിർത്താൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും യൂറി അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. യൂറി ക്രൂരമായി ആ എയർ ഹോൺ വാങ്ങി നിക്കിയുടെ ചെവിയോട് ചേർത്ത് പിടിച്ച് നിർത്താതെ അടിക്കുന്നു. വേദന കൊണ്ട് നിക്കി ഉറക്കെ നിലവിളിക്കുന്നു. യൂനിയും ബെന്നിയും യൂറിയോട് അത് നിർത്താൻ അപേക്ഷിക്കുന്നുണ്ടെങ്കിലും യൂറി കേൾക്കുന്നില്ല. തുടർന്ന് യൂറി ഒരു കത്തിയെടുത്ത് നിക്കിയുടെ ചെവി മുറിക്കാൻ തുടങ്ങുന്നു. ആ കഠിനമായ വേദനയിൽ നിക്കി അവിടെ ബോധരഹിതനായി വീഴുന്നു. നിക്കി കണ്ണു തുറക്കുന്നത് ഒരു ആശുപത്രിയിലാണ്. അവന്റെ ശരീരം മുഴുവൻ മർദ്ദനമേറ്റ പാടുകളായിരുന്നു. കൂടാതെ അവന്റെ ചെവിയുടെ താഴത്തെ ഭാഗം മുറിച്ചു മാറ്റപ്പെട്ടിരുന്നു. എയർ ഹോണിന്റെ തുടർച്ചയായ ആഘാതം കാരണം അവൻ ഇപ്പോൾ പൂർണ്ണമായും ബധിരനായി മാറിയിരിക്കുന്നു. തുടർന്ന് അവന്റെ സാധനങ്ങൾ അടങ്ങിയ ബാഗ് അവന് കൈമാറുന്നു. തന്റെ സാധനങ്ങൾ പരിശോധിച്ച നിക്കി ആ 2ാമത്തെ വാച്ച് അതിനുള്ളിൽ ഇരിക്കുന്നത് കണ്ട് അത്ഭുതപ്പെടുന്നു. ആ സമയത്ത് മാർല അവനെ കാണാൻ ആശുപത്രിയിലേക്ക് വരുന്നു. ചെവികൾക്ക് പൂർണ്ണമായി കേൾവിശക്തി നഷ്ടപ്പെട്ടതിനാൽ നിക്കി ഇപ്പോൾ തന്റെ ശ്രവണ സഹായികൾ ഒന്നും ധരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ ആ 2ാമത്തെ വാച്ചും എടുത്തുകൊണ്ട് മൈസ്നറുടെ അടുക്കലേക്ക് ചെല്ലുന്നു. വാച്ച് തിരികെ നൽകിയതോടെ നിക്കിയുമായുള്ള കടങ്ങളെല്ലാം തീർന്നതായി മൈസ്നർ പ്രഖ്യാപിക്കുന്നു. ആ സമയം മൈസ്നറുടെ പുതിയ അസിസ്റ്റന്റായി ജോലി ലഭിച്ച റൂത്തി അങ്ങോട്ട് കടന്നു വരുന്നു.
നിക്കി അങ്ങനെ ഒരു അവസ്ഥയിൽ ശരീരം മുഴുവൻ പരിക്കേറ്റ നിലയിൽ അവിടെ കാണുമ്പോൾ റൂത്തി അത്ഭുതപ്പെടുന്നു. അവിടെ നിൽക്കാൻ വലിയൊരു അസ്വസ്ഥത തോന്നിയ റൂത്തി അവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ തുടങ്ങുന്നു. ആ സമയത്ത് നിക്കി അവിടെ ഉണ്ടായിരുന്ന ആഡംബര പിയാനോയ്ക്ക് മുന്നിൽ പോയി ഇരിക്കുന്നു. തന്റെ കേൾവിശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടതോടെ നിക്കിക്ക് തന്റെ മനസ്സിലെ സംഗീതം വീണ്ടും തിരിച്ചു കിട്ടുകയായിരുന്നു. അവൻ ആ പിയാനോയിൽ വളരെ മനോഹരമായി സംഗീതം വായിക്കാൻ തുടങ്ങുന്നു. അവന്റെ ആ മനോഹരമായ പ്രകടനം കേട്ട് റൂത്തി അവിടെ സ്തംഭിച്ചു നിൽക്കുന്നു. നിക്കിയുടെ ആ വായന അവളെ ആഴത്തിൽ സ്പർശിക്കുന്നു. അവൻ വായിച്ചു നിർത്തിയതിനു ശേഷം പിയാനോയിൽ നിന്നും കൈകൾ പിൻവലിച്ച് തന്റെ തികഞ്ഞ സംഗീതജ്ഞാനം ഉപയോഗിച്ച് ആ പിയാനോയിലെ ഒരു കീ ശരിയല്ലെന്ന് നിക്കി കൃത്യമായി കണ്ടെത്തുന്നു. അവൻ റൂത്തിയെ നോക്കി ശാന്തമായി പറയുന്നു, ഈ ഫ്ലാറ്റ് തെറ്റിയാണ് ഇരിക്കുന്നത്. തനിക്ക് ശബ്ദം കേൾക്കാൻ കഴിയില്ലെങ്കിലും സംഗീതത്തിന്റെ ആത്മാവ് ഇപ്പോഴും തന്റെ ഉള്ളിലുണ്ടെന്ന ആ വലിയ തിരിച്ചറിവോടെ സിനിമ അവിടെ അവസാനിക്കുന്നു.